ഇന്ന് രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അദ്ദേഹം നടന്ന വഴികളിൽ ഒരുപക്ഷെ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരം അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വെട്ടിനിരത്താൻ ചില ആളുകൾ ആലോചിച്ചപ്പോഴൊക്കെ തന്നെ വെട്ടിനിരത്തപ്പെടാതിരിക്കാൻ, അതിനപ്പുറം കടന്നു പോകാനുള്ള ഒരു മാനസിക കരുത്ത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഈ തലസ്ഥാന നഗരം തന്നെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഒരുപക്ഷെ ചേതനയേറ്റ ശരീരമായി VS കിടക്കുമ്പോഴും അദ്ദേഹം കടന്നു വന്ന വഴികൾ, കാരമുള്ളുകൾ നിറഞ്ഞ വഴികൾ, കനൽ വഴികളിലൂടെ അതൊക്കെ നീന്തി കയറിയാണ് ഇന്ന് നമ്മൾ അറിയുന്ന VS അച്യുതാനന്ദൻ പിറവിയെടുക്കുന്നത്. ഉറപ്പായും എസ്കേൻ, അത് വരുംകാല രാഷ്ട്രീയത്തിന്റെയും ഒരു മാർഗതയുമായി നിൽക്കും എന്നുള്ള തർക്കം വേണ്ട. എന്തുകൊണ്ടാണ് VSനെ സമവായങ്ങളില്ലാത്ത, സമരസങ്ങളില്ലാത്ത സമരത്തിന്റെ രണ്ടക്ഷരം ദ്വയാക്ഷരി VS എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാകുന്ന വലിയ ജനസഹസ്രങ്ങൾ, ജനസഞ്ചയങ്ങളുടെ കാഴ്ച നമ്മൾ ഇന്നലെ മുതൽ തന്നെ കാണുന്നുണ്ട്. ഇന്നലെ 3:10 അദ്ദേഹത്തിന്റെ വിയോഗം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ, ഒരുപക്ഷെ സമാനമായി മറ്റൊരു രാഷ്ട്രീയ നേതാവിന് കേരളം ആ രീതിയിൽ സ്നേഹവായ്പോടെ വിട നൽകിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിൽ AKG സെന്ററിന് മുന്നിലേക്കൊക്കെ തടിച്ചുകൂടിയ ജനാവലി നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ അവിടെ AKG സെന്ററിന് മുന്നിൽ നിന്നും ഒരു 11 മണിയോടുകൂടി പരമാവധി അവിടെ പൊതുദർശനം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അത് 12 മണി വരെയും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ നൂറുകണക്കിന് മനുഷ്യരെ നമ്മൾ അവിടെ നിന്ന് കണ്ടു. അത് പക്ഷേ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കാണുന്ന അങ്ങനെയല്ല. ഇന്നലെ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മകന്റെ വീട്ടിൽ ഇത്തരത്തിൽ പൊതുദർശനത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ആ മകന്റെ വീടിന് മുന്നിലും നൂറുകണക്കിനായ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി നിന്നു. ഇന്നലെ സാക്ഷാൽ എം വി ജയരാജൻ തന്നെ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിൽ മൈക്കുമായി ഇറങ്ങി അവിടെയുള്ള പ്രവർത്തകരോട് ഇതാണ് സാഹചര്യം, ഈ പറഞ്ഞ ക്രമീകരണങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞ സാക്ഷാൽ എം വി ജയരാജൻ തന്നെ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിൽ മൈക്ക് കെട്ടി ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അത് എം വി ജയരാജനുള്ള അനുസരണക്കേടല്ല, അത് VSനെ ഒരു നോക്ക് കാണാതെ പോവാൻ പ്രവർത്തകർ കഴിയുമായിരുന്നില്ല. അവർ അദ്ദേഹത്തിന്റെ മകന്റെ വീടിന് മുന്നിൽ അങ്ങനെ നിന്നു. മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ ആ വീടിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കപ്പെട്ടു. അദ്ദേഹത്തെ കാണാൻ വന്ന പ്രവർത്തകർക്ക് ഇന്നലെ രാത്രി ഏറെ വൈകിയും ആ പൊതുദർശനം അത് തുടർന്നു. ഇന്ന് രാവിലെയും കാണുന്ന കാഴ്ചകൾ സമാനം തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ മാർത്താണ്ഡത്തു നിന്നൊക്കെയുള്ള പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട്. നാടിന്റെ നാനാഭാഗം. ഇന്നലെ VSന്റെ വിയോഗം അറിഞ്ഞപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തെത്തിയ നൂറുകണക്കിന് മനുഷ്യർ തിരുവനന്തപുരത്തിന്റെ ഇടവഴികളിലൊക്കെ നമുക്ക് കാണാം. അവർ ചെറിയ അരുവികളായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി ഒരു മനുഷ്യ മഹാസമുദ്രമാകാൻ പോകുന്ന ദിവസം എന്തായി. ഞാൻ നിൽക്കുന്ന ദർബാർ ഹാളിലാണ്. ദർബാർ ഹാളിൽ ഇവിടെ റോസാപ്പൂക്കളും മുല്ലപ്പൂക്കളും കൊണ്ട് അലങ്കൃതമായ ഒരു പേടകം VSനായി ഒരുങ്ങുന്നു. VSന്റെ ദർബാർ ഹാളിലെ അവസാന ഉറക്കത്തിനായി ഒരുങ്ങുന്നുണ്ട്. ഇവിടെ അതിനുള്ള അവസാന ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നമുക്കറിയാം സമീപകാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത വലിയൊരു ചരിത്രം. VSന്റെ ഓരോ ദിവസവും ഓരോ ചരിത്രമായിരുന്നു. VSന്റെ ഓരോ ഇടപെടലും ഒരു ചരിത്രമായിരുന്നു. അത് VSന്റെ അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാകട്ടെ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാകട്ടെ, അദ്ദേഹം മതികെട്ടാനിലേക്ക് പോയപ്പോഴാകട്ടെ, അദ്ദേഹം KK-രമയെ കാണാൻ പോയപ്പോഴാകട്ടെ, ഇപ്പോഴൊക്കെ VS ഓരോരോ ചരിത്രം രചിച്ചു. ആ ചരിത്രത്തിൽ ഒരുപക്ഷെ VS രചിക്കുന്ന അവസാന ഒരു ചരിത്രം ഇന്ന് ഈ തലസ്ഥാന നഗരി കാണാൻ പോകുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ദേശീയപാത കാണാൻ പോകുന്നു. നാളെ ആലപ്പുഴ കാണാൻ പോകുന്നു. സമാനതകളില്ലാത്ത വണ്ണം, ഇതുവരെ കാണാത്ത വണ്ണമുള്ള ഒരു ജനസഞ്ചയം VSനെ കാണാൻ ഒഴുകിയെത്തും എന്നുള്ളതിന്റെ നേർസാക്ഷ്യമായിരുന്നു നമ്മൾ ഇന്നലെ AKG സെന്ററിൽ. ഇന്നലെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ഒഴുകിയെത്തിയ ആൾക്കാരുടെ എണ്ണം കണ്ടാൽ അത് വിസ്മയമാണ്, അത് അത്ഭുതമാണ്. VS എന്ന രാഷ്ട്രീയ മനുഷ്യൻ ഏത് രീതിയിൽ അത്ഭുതമായോ അതുപോലെ തന്നെയാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ നമ്മൾ വിളിക്കുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ അതിൽ ഹൃദയരക്തം പൊടിഞ്ഞ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഉൾച്ചേർന്നിട്ടുള്ള വലിയ വ്യഥയുടെ, വലിയ വേദനയുടെ, അഗണിയുടെ അംശം നമുക്ക് തൊട്ടറിയാൻ കഴിയും. കണ്ണേകരളെ VSA എന്ന് ചങ്കുകീറി വിളിച്ച മുദ്രാവാക്യങ്ങൾ നമ്മൾ ഇന്നലെ മുഴുവൻ കേട്ടു. ഇന്നലെ ഒരു പക്ഷേ തലസ്ഥാന നഗരി ഉറങ്ങിയത് കണ്ണേകരളെ VSA, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നുള്ള മുദ്രാവാക്യം വിളി കേട്ടുകൊണ്ടായിരുന്നു. ആ മുദ്രാവാക്യം വിളി രാവിലെയും വളരെ സചേതനമായി ഈ തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളും നമ്മൾ കേൾക്കുന്നു. ഒരുപക്ഷെ അത്രത്തോളം ഹൃദയവായ്പോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ കണ്ണേകരളെ, അത് VS കേരളത്തിന്റെ കണ്ണാണ്, ഞങ്ങളുടെ കരളാണ്, ഞങ്ങളുടെ ചെങ്കലെ റോസാപ്പൂവാണെന്ന് അത് വെറും വാച്യാർത്ഥത്തിൽ പറയുന്നതല്ല. എല്ലാവരും കണ്ണു നിറഞ്ഞു തന്നെ വിളിക്കുകയാണ്. VS എന്ന രാഷ്ട്രീയ വ്യക്തിത്വം ഭൗതികമായെങ്കിലും ഇനിയില്ല. ആ ഓർമ്മകൾക്ക് എന്തായാലും അവസാനമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. VSന്റെ ഇടപെടലുകൾ, VS ഈ മണ്ണിന് വേണ്ടി നടത്തിയ, ഇവിടുത്തെ സാധാരണ മനുഷ്യന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അത് ഈ കേരളമുള്ള കാലത്തോളം, അത് ഈ രാഷ്ട്രീയമുള്ള കാലത്തോളം, മലയാളമുള്ള കാലത്തോളം മലയാളികളുടെ ഹൃദയത്തിൽ നിന്നും അതിനൊരു മാറ്റമില്ല, അതൊരു മായ്ച്ചുകളയില്ല എന്ന് നമുക്ക് 101% ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ കൂടിയും ഭൗതികമായി VS ഇല്ല എന്നുള്ള ആ തിരിച്ചറിവ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന തിരിച്ചറിവ്. നമ്മുടെയൊക്കെ സംഘടനാ പ്രവർത്തന കാലത്തൊക്കെ ഒരുപക്ഷെ VS ആയിരുന്നു നമ്മുടെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജം. VS നമുക്ക് വലിയ ആവേശം. അന്നത്തെ വിദ്യാർത്ഥി
വിദ്യാർത്ഥി കാലത്തൊക്കെ വലിയ ആവേശമൊരുക്കിയ ഒരു നേതാവാണ്. അതേ ആവേശത്തിൽ അന്ന് വിദ്യാർത്ഥി പ്രവർത്തനം നടത്തിയവർ, അത് കഴിഞ്ഞ് വി എസിനൊപ്പം നടന്നവർ, വി എസ് നടന്ന വഴികളിലൂടെ ഇപ്പൊ മലമ്പുഴയിലൊക്കെ വി എസ് ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പിൽ അവിടെ പോയി തമ്പടിച്ച് ഓരോരോ വീടാന്തരം കയറി ഇറങ്ങിയ തെരഞ്ഞെടുപ്പ് ആ വാർത്തകളൊക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ് സ്കെയിൻ. അപ്പോ അങ്ങനെ വി എസ് നടന്ന വഴികളിലൊക്കെ വി എസിന് വേണ്ടപ്പെട്ടവരായി മാറി. വി എസ് ഒരിക്കലെങ്കിലും സംസാരിച്ചവർ വി എസിന് വേണ്ടപ്പെട്ടവരായി. വി എസിനോട് ഒരിക്കൽ പോലും കാണാത്തവർ, ഒരിക്കൽ പോലും സംസാരിച്ചവർ, വി എസിന് നിലപാടറിഞ്ഞവർ വി എസിന്റെ നിതാന്തമായ ആരാധകരായി മാറി. സ്കെയിൻ അണികളുള്ള നേതാവായിരുന്നില്ല വി എസ്, ആരാധകരുള്ള നേതാവായിരുന്നു വി എസ്. അങ്ങനെ വി എസിനുള്ള ആരാധനയിലാണ്. ഒന്നല്ല പലയാവർത്തി കണ്ണേകരളെ വി എസ് എന്ന മുദ്രാവാക്യം ഇതാദ്യമായി തലസ്ഥാന നഗരിയിൽ മുഴങ്ങി കേൾക്കുന്നതല്ല, രണ്ടാമതായുമല്ല. ഇതിനു മുമ്പ് 2 തവണ വി എസിനെയും കേരളത്തിന്റെ തലപ്പത്തേക്ക് എത്തിക്കാൻ ജനം തീരുമാനിച്ചു. ജനം തെരുവിലേക്ക് ഇറങ്ങി. പാർട്ടി അങ്ങനെയല്ല എന്ന് കരുതിയെങ്കിൽ പാർട്ടിയെ തിരുത്തിക്കൊണ്ട് ജനം ഈ കേരളത്തിന്റെ തെരുവുകളിലൊക്കെ നിറഞ്ഞുകൊണ്ട് കണ്ണേകരളെ വി എസ് ഞങ്ങളുണ്ട് കൂടെ, ഒറ്റയ്ക്കല്ല എന്നുള്ള മുദ്രാവാക്യത്തിനുള്ള ഉറപ്പുകൾ കൊടുത്തു. അതേ ഉറപ്പ് ഇപ്പോഴും കൊടുക്കുന്നു. പക്ഷേ ഇക്കുറി ഏതെങ്കിലും തരത്തിൽ ഉയർപ്പിനുള്ള, ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷയ്ക്കുള്ള ഒരു മുദ്രാവാക്യമായി, അല്ലെങ്കിൽ ഒരുപക്ഷെ വി എസിനെ കേരളത്തിന്റെ ഒന്നാം നിലയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു ആവേശം ഈ മുദ്രാവാക്യങ്ങൾ കാണാനില്ല. അതിനു പകരം ഈ മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ കാണുന്നത് വേദനയാണ്. വി എസ് എന്ന് പറയുന്ന എപ്പോഴും ശരിക്കൊപ്പം നിന്ന് മാത്രം മനുഷ്യൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവാതിരുന്ന ഒരു മനുഷ്യൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി, കൂലിത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, കയറുപിരി തൊഴിലാളികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി ഏത് എക്സ്റ്റന്റിലും ഏതറ്റം വരെ പോയി പോരാടിയ, അതിന്റെ വിജയം കണ്ട, ആ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജീവിതം തന്നെ സമരമാക്കിയ ഒരു നേതാവിന്റെ വിടവാങ്ങൽ, അത് കേരളത്തിന്റെ വേദനയാണ് സ്കെയിൻ. കേരളം ഈ ദിവസം വേദന, നമുക്കറിയാം 100 വയസ്സ് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യായുസിന്റെ പരമാവധിയാണ്. 101 വയസ്സ്, 102 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന് കിട്ടാൻ കഴിയാവുന്ന പരമാവധി ആയുസുകളിൽ ഒന്നാണ്.